ജുജുട്സു കൈസൻ ഈ ഒരു അനിമെ ഞാൻ കുറേ നാളായിട്ട് കണ്ട് റിവ്യൂ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്യണം എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരുന്നു, പക്ഷേ മറന്നുപോയി. ഈ ഒരു സീരീസ് തീരുന്ന സമയത്ത്, അല്ല അനിമെ തീരുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് ഓർത്തത്. ജുജുട്സു കൈസൻ എന്ന സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ റിവ്യൂ ചെയ്തില്ല എന്നുള്ളത്. ഒരു അടിപൊളി അനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസിനെ വളരെ കുറച്ച് കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു അനിമയാണ്. അടിപൊളി. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു 1000-2000 എപ്പിസോഡുകളൊന്നും കണ്ട വെറും 47 എപ്പിസോഡ് 2 സീസൺ, അതാണിപ്പം ജുജുട്സു കൈസൻ വന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ. രണ്ടാമത്തെ സീസൺ ഈ അടുത്താണ് തീർന്നത്. ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് സെക്കൻഡ് സീസൺ തീർന്നത്. 47 എപ്പിസോഡാണുള്ളത്, 23 മിനിറ്റ്സുള്ള ഓരോ എപ്പിസോഡ് വെച്ചിട്ട്. ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടിരുത്തുന്ന ഒരു സീരീസാണ്, അനിമയാണ്. എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടിരുത്തുന്ന അനിമ അടിപൊളി. ഭയങ്കര ആക്ഷൻ സീക്വൻസുകളായാലും അനിമേഷൻ കൊണ്ടായാലും സ്റ്റോറി കൊണ്ടായാലും ക്യാരക്ടേഴ്സ് കൊണ്ടായാലും, അതിലെ ചില ക്യാരക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫാൻ ബേസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോസറേഴ്സ് വേൾഡ്, അതായത് മാജിക്കിൻ്റെ ഒരു വേൾഡ്, അതേപോലെ തന്നെ ഡീമൺസ്, കസ്ഡ് എനർജി ഉള്ള ആൾക്കാർ. അപ്പം കസസ് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം എതിർക്കുക അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജുജുട്സു സോസറേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. ജുജുട്സു കൈസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോസറർ സ്കൂളാണ്, മാജിക് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അപ്പം സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളവരെ അവിടെ കൊണ്ടുപോയി അത് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് എങ്ങനെ ഇവരോട് ഫൈറ്റ് ചെയ്യും, എന്താണ് ഇവരുടെ എനർജി എന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഒരു സാധനം. അപ്പം ഇതിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് ഇത്തദൂരി യുജി എന്ന് പറയുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്, ഒരു കസ്ഡാണ് സുക്കൂന എന്ന് പറയുന്ന അതായത് കസുകളുടെ രാജാവായിട്ടുള്ള സുക്കൂനയുടെ ഒരു ഫിംഗർ. സുക്കൂന എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിട്ടൊരു കസായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ കസ് എനർജി ആയിരുന്നു. പുള്ളിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത സമയത്ത് ഈ ജുജുട്സു സോസറേഴ്സ് വന്നിട്ട് കുറേ പേര് വന്നിട്ട് പുള്ളിയെ തോൽപ്പിക്കുന്നു. പുള്ളിയുടെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട്, അതായത് 20 വിരലുകളും കട്ട് ചെയ്തിട്ട് പല പാർട്സായിട്ട് കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിൽ വെക്കുന്നു. അപ്പം അതിലൊരു വിരൽ ഈ യുജിക്ക് കിട്ടുന്നു. യുജി അത് സ്കൂളിൽ കൊണ്ടുപോകുന്നു. അപ്പം ഫ്രണ്ട്സ് ഇത് തുറന്നു നോക്കുന്ന സമയത്ത് ഈ ഒരു കസ്ഡ് എനർജി വരുന്നു. അങ്ങനെ കുറച്ച് ഡീമൺസൊക്കെ വരുന്നു. അപ്പം ഈ ഒരു ജുജുട്സു സ്കൂളിലെ ഫുഷിഗുരു മിഗുമി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് വരുന്നു. അപ്പോൾ അവിടെ ഫൈറ്റ് ആവുന്നു. ഇതിനിടയ്ക്ക് ഈ ഒരു യുജി ഈ ഒരു വിരൽ കഴിക്കുന്നുണ്ട്. അതായത് ഇത് ഒക്കെ അല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ ആപത്താണെന്ന് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് കഴിക്കുന്നു. താൻ ചാവട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഒരു സുക്കൂനയുടെ വെസലായിട്ട് മാറുന്നു യുജി. അങ്ങനെ യുജിയെ കൊല്ലുക എന്നുള്ളൊരു സാധനമായിട്ട് വരുന്നു. അങ്ങനെയാണ് ഗോജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹീറോ ക്യാരക്ടറാണ്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഭയങ്കര ഹീറോയിക് ക്യാരക്ടറായിട്ടുള്ള സറ്റോരു ഗോജോ വരുന്നു. ഗോജോ വന്നിട്ട് അങ്ങനെ യുജിയെയും കൊണ്ട് ഈ ജുജുട്സു കൈസനിൽ കൊണ്ട് ചേർക്കുന്നു, അവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ ഇവരൊരു ടീമാവുന്നു. കുറേ ടീം സുക്കൂനയുടെ ആ ഒരു പവറുകളെല്ലാം യുജിയുടെ ഉള്ളിലാക്കിക്കൊണ്ട് തന്നെ അവർ കൺട്രോൾഡായിട്ടുള്ള വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. യുജിയെ ട്രെയിൻ ചെയ്യിക്കുന്നു. അതിനിടയ്ക്ക് വേറെ ഡീമൺസ് വരുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ പോകുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ബോണ്ട്, അതേപോലെ തന്നെ സറ്റോരു ഗോജോയുടെ പാസ്റ്റ് കാണിക്കുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നു. ആരൊക്കെയാണ് ഇവരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര രസകരമായിട്ട് പോകുന്ന ഒരു മാജിക്കൽ വേൾഡിലുള്ള ഒരു അനിമയാണ് ഇത്. ഓരോ എപ്പിസോഡ് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് തല പുകയുന്ന ഒരു സീരീസാണ്, അല്ല അനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സീസൺ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി മൂഡിൽ പോകുന്ന ഇത് കൊള്ളാമെന്നുള്ള രീതിയിൽ പോകുന്നു. പക്ഷേ സെക്കൻഡ് സീസണൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. ക്യാരക്ടർ ഡെത്തും ബ്ലഡ് ബാത്തും മാത്രമേ ഉള്ളായിരുന്നു. അതിലും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇവർ ചുമ്മാ അങ്ങ് കൊന്നു കളയുക. നമ്മൾ ഒരു രക്ഷയില്ല. നമ്മൾ ക്രിയേറ്റേഴ്സിനോട് നമുക്കൊരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ കൊന്നു കളയുന്ന ഒരു സെക്കൻഡ് സീസണിലാണ് ഈ ഒരു സാധനം വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു മാങ്ക കുറച്ചും കൂടെ പോയിട്ടുണ്ട്, കുറച്ച് ലെങ്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു അനിമെ തീരാറൊക്കെയായി നിൽക്കുകയാണ് മാങ്ക സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു അനിമയിലേക്ക് വരുമ്പം അത്രയ്ക്കും തീരാനൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധനങ്ങളുണ്ട്. ഇതിലെ ഗോജോയുടെ ക്യാരക്ടറും സുക്കൂനയൊന്നും വലുതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. സുക്കൂനയുടെ ഒരു ഫുൾ പവറൊക്കെ വരുന്നതേ ഉള്ളൂ. എന്താണ് സുക്കൂനെ കൊണ്ട് ഏബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ തമ്മിൽ സുക്കൂനയും ഗോജോയും തമ്മിലുള്ള ഫൈറ്റൊക്കെ ഒരു അവസാനമാകുമ്പോഴത്തേക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി സീരീസിനകത്ത് എല്ലാ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് അടിപൊളിയും പവർഫുള്ളും ആണെന്നുള്ളത്. അതിനകത്ത് ഒരു ക്യാരക്ടേഴ്സിനെ പോലും നമുക്ക്, ഈവൻ വില്ലൻ ക്യാരക്ടേഴ്സിനെ പോലും നമുക്ക് വെറുക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അടിപൊളി അനിമയാണ്. നിങ്ങൾ മറക്കാണ്ട് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട അനിമ കൂടി ആയിരിക്കും ജുജുട്സു കൈസൻ.